ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. 301 കോളനിയിൽ കാട്ടാന വീട് തകർത്തു. 301 കോളനി നിവാസിയായ ദന്തകന്റെ വീടാണ് തകർത്തത്. ജോസിൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം പ്രദേശത്ത് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം പ്രദേശത്ത് വീണ്ടും വ്യാപകമാകുകയാണ്. ഇപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ ഇപ്പോൾ നിരവധി തവണ ഇപ്പോൾ പല വീടുകൾ ചക്കക്കൊമ്പൻ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ ഈ മേഖലയിൽ മുതിർന്ന 3 ആനകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അരിക്കൊമ്പൻ, ഒന്ന് ചക്കക്കൊമ്പൻ, ഒന്ന് മുറിവാലൻ. അരിക്കൊമ്പിനെ പ്രദേശത്ത് നിന്ന് നിരന്തര ആക്രമണത്തെ തുടർന്ന് മാറ്റി പിന്നീട് മുറിവാലനെ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിലാണ് മുറിവാലൻ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ മുതിർന്ന ഒരു ആന, 10-17 ആനകളോളം ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും മുതിർന്ന ആന എന്ന് പറയുന്നത് ഈ ചക്കക്കൊമ്പനാണ്. ചക്കക്കൊമ്പൻ മറ്റ് ആനകൾ ഈ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്നതെങ്കിൽ ഈ ചക്കക്കൊമ്പന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വീടുകളിൽ കയറി ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് അരി അടക്കമുള്ള, അരിക്കൊമ്പന്റെ അതേ പാതയിലാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ പോകുന്നത്. ഈ അരി അടക്കമുള്ളത് വീട്ടിൽ നിന്ന് കയറി ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. നിരവധി വീടുകളാണ് ഈ ചക്കക്കൊമ്പൻ ഈ കഴിഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ തകർത്തിരിക്കുന്നത്. ഇപ്പോൾ 301 കോളനി നിവാസിയായ ഗന്ധകന്റെ വീടാണ് ഇന്ന് പുലർച്ചയോടുകൂടി തകർത്തത്. ഈ ഗന്ധകന്റെ ഭാര്യ അടിമാലിയിൽ ആശുപത്രിയിലായതുകൊണ്ടാണ് ഈ വലിയ അപകടം, അതായത് ആളപായം ഉണ്ടാകാതെ വന്നത്. ഈ വീടിന് ഉള്ളിൽ കയറി വീട്ടിലുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം പുറത്തിട്ട് വലിച്ചിട്ട് ഈ ആന തിന്നുകയും ചെയ്തു. എന്നാലും ആന മേഖലയിൽ തുടരുകയാണ്. ഈ ആന കൂട്ടുണ്ടെങ്കിൽ പോലും ഈ ചക്കക്കൊമ്പന്റെ ആക്രമണമാണ് ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത്. ആര്യ, ഈ ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ ഈ RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ? എത്രമാത്രം ഈ കാടിനുള്ളിലേക്ക് അരിക്കൊമ്പൻ നേരത്തെ എങ്ങനെയാണോ ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ അരിക്കൊമ്പന്റെ സന്തത സഹചാരിയായിരുന്ന ചക്കക്കൊമ്പന്റെ രീതിയും അതേ രീതിയിലേക്ക് മാറുകയാണ്. ഈ അന്ന് അരിക്കൊമ്പനാണ് ഇതിന് നേതൃത്വം കൊടുത്തതെങ്കിൽ ഇന്ന് ചക്കക്കൊമ്പൻ, വേറൊരു ആന, ഈ മുതിർന്ന ആന ഉണ്ടായിരുന്നത് മുറിവാലനായിരുന്നു. മുറിവാലനെ കൂടി ഈ ചക്കക്കൊമ്പൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയതോടുകൂടി ഈ ഒറ്റയ്ക്ക് തിരിഞ്ഞ് നടന്ന് ഇത്തരത്തിൽ മേഖലയിൽ വ്യാപകമായി മറ്റ് ആനക്കൂട്ടവും ഈ മേഖലയിൽ ജനജീവിതം തകർക്കുന്നുണ്ട്, കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഗന്ധകന്റെ ആണെങ്കിലും കൃഷിത്തോട്ടം നശിപ്പിച്ചതിന് ശേഷമാണ് ഈ വീട് തകർത്തത്. വീട് തകർക്കുന്നത് പ്രധാനമായി ഉദ്ദേശം ഈ അരി അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ പുറത്തെടുത്ത് തിന്നുന്നതിന് വേണ്ടിയാണ് ഈ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നത്. ഏതായാലും ജനങ്ങൾ ഈ ആനക്കൂട്ടത്തെ കൊണ്ട് എല്ലാ രീതിയിലും പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വേനൽ കൂടി കടുത്തതോടുകൂടി സ്ഥിരമായി ഈ വെള്ളവും ഭക്ഷണവും അന്വേഷിച്ച് നാട്ടിൻപുറങ്ങളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസിൽ സെബാസ്റ്റ്യൻ.